ലക്ഷ്യമുണ്ട്. ലക്ഷ്യം ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ പറ്റും. എനിക്ക് അഡ്വക്കേറ്റ് ആവണം, എനിക്ക് എഞ്ചിനീയർ ആവണം, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എന്താ പറയാ സർവീസ് നല്ലൊരു പൊളിറ്റീഷ്യൻ ആവണം, നല്ലൊരു പോലീസുകാരാവണം, നല്ലൊരു IAS ഓഫീസർ ആവണം, നല്ല IPS ഓഫീസർ ആവണം, IFS ഓഫീസർ ആവണം ഒക്കെ പറയാൻ പറ്റും. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ജയിച്ച് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും എന്തുണ്ടാവും? ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ ഇതെന്താ സന്തോഷം. ഞാൻ ജനിച്ചു കഴിഞ്ഞു സന്തോഷമുണ്ട്. പ്രതീക്ഷ വരുന്നവരുള്ളൂ. ജനിച്ചപാട് കുഞ്ഞിന് എന്തിനാണ് പ്രതീക്ഷ? വെറുതെ ആദ്യത്തിന്റെ ഭാവി പറയുകയാണ്. ഞാൻ ജനിച്ചു കഴിഞ്ഞ് പ്രതീക്ഷ ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യമാണ്. അതേ ഹാപ്പിയാണ്, അതേ സന്തോഷമാണ്. ഞാൻ 1ാം ക്ലാസ്സിൽ ചേർന്നാലും ആദ്യമായി ഉമ്മ ഉപ്പ എന്ന് വിളിക്കാൻ തുടങ്ങിയാലും, ആദ്യമായി ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയാലും, ആദ്യമായി ഞാൻ പാസ്സായി കഴിഞ്ഞാലും, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലും, നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാലും, നല്ലൊരു ഇണയെ കിട്ടിക്കഴിഞ്ഞാലും, നല്ല സന്താനങ്ങളുണ്ടായാലും, ആ സന്താനങ്ങളുടെ മക്കളുണ്ട്, ആ സന്താനങ്ങൾക്ക് കല്യാണം, ആ സന്താനങ്ങൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കിട്ടുന്നത് ഈ പറയുന്ന സന്തോഷം തന്നെയാണ്. നമ്മളിപ്പോ 10-60 വർഷം ജീവിക്കണ്ട, അതിന് ജസ്റ്റ് ഒരു 25 ഈ പറഞ്ഞ കാര്യം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തിയില്ല, അതിലൂടെ കിട്ടുന്ന സന്തോഷമില്ല. ആ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിലെ പേർപ്പസ് എന്ന് പറയുന്നത്. ആ പേർപ്പസ് എന്ന് പറയുന്നത് എന്നിലൂടെ എൻ്റെ മക്കൾക്കും എൻ്റെ പാരൻസിലൂടെ എനിക്കും, എന്നിലൂടെ എൻ്റെ മക്കൾക്കും, എൻ്റെ മക്കളിലൂടെ മറ്റുള്ളവർക്കും കിട്ടിക്കൊണ്ടിരിക്കുവാണ്. അതിനുവേണ്ടി നമ്മൾ ജീവിക്കണ്ടേ? അല്ലാതെ പൈസ ഉണ്ടാക്കാം, പൈസ കിട്ടിയാൽ ഈ പറഞ്ഞ സന്തോഷം ഉണ്ടാവും, ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സന്തോഷം ഉണ്ടാവും, ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞാൽ ഈ പറഞ്ഞ സന്തോഷം ഉണ്ടാവും. അതേപോലെ തന്നെ മരിക്കുമ്പോൾ മരിക്കാൻ വേണ്ടി ജീവിക്കുന്നു.